ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി പഴുത്ത ചക്ക കൊണ്ടുണ്ടാക്കുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 20 ചുള ചക്ക എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ഏലക്കായ കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം മൈദയും ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഗോതമ്പാണ് ചേർക്കുന്നത്. ഗോതമ്പ് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമെന്ന് തോന്നിയാൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഞാനിതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് ഇതിന് വേണ്ടത്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഇങ്ങനെ പുറത്ത് വെച്ചതിന് ശേഷം അപ്പം ഉണ്ടാക്കിയാലൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. ഞാനിവിടെ 1 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് അപ്പം ഉണ്ടാക്കുന്നത്. ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും കുറച്ചായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് കോരിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 1 മണിക്കൂർ വെച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും. ബേക്കിംഗ് സോഡ ചേർത്ത് ഉണ്ടാക്കുന്നതിലേക്കാണ് നല്ലത്. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ. ഇത് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്കിതൊന്ന് മറിച്ചിടാം. ഇതിപ്പോൾ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള ബാറ്ററും ഇതുപോലെ തന്നെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചിട്ട് ഇതുപോലെയുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ ഇത്. പിന്നെ ചക്കയെല്ലാം പഴുത്ത ചക്കയെല്ലാം എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്, നല്ല സോഫ്റ്റ് അപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്